മഴ ജോൺസൺ മാസ്റ്റർ കട്ടൻ ചായ എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ നല്ല മഴ സമയമാണ്. എപ്പോഴും ഇപ്പോൾ തന്നെ നമുക്കൊരു ചായയോ എന്തെങ്കിലും ഒരു പലഹാരമോ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോഴായിരിക്കും റോഡ് സൈഡിൽ ഇങ്ങനെ തുറന്ന് നല്ല പലഹാരങ്ങൾ, വടയും ഉഴുന്നുവടയും പരിപ്പുവടയും പഴംപൊരിയും ഒക്കെ ഇരിക്കുന്നതാണ് ചായയുടെ കൂടെ. ഇത് കഴിക്കാൻ തോന്നും. ഭക്ഷണം പിന്നെ കഴിക്കണമല്ലോ, എന്നാലല്ലേ ഇപ്പം ഞാൻ രഞ്ജനിയോട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു, എൻ്റെ ആരോഗ്യവും രഞ്ജനി എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നു. ആരോഗ്യം എന്ന് പറയുന്നത് ഭക്ഷണമാണ്, അന്നമാണ്. അന്നം കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അന്നം ന നിന്യാത് എന്നാണ് ഉപനിഷത്തിൽ തന്നെ പറയുന്നത്. അന്നത്തെ നമ്മൾ നിന്ദിക്കുന്നില്ല, പക്ഷെ അന്നം എപ്പോഴും ശുചിത്വമുള്ളതായിരിക്കണം, ശുചിയായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം. ഇത് പൊതു ഇടങ്ങളിൽ വിൽപ്പന നടത്തുമ്പോൾ ഇതിനെയൊക്കെ നിരീക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. തന്നെയാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. മിക്കവാറും നമ്മൾ എല്ലാ ചെറിയ ചെറിയ നമ്മൾ അവരെ പൂട്ടിക്കാനൊന്നുമല്ല, തട്ടുകടകളിലൊക്കെ ചെന്നാൽ അല്ലാതെ തന്നെ വലിയ റെസ്റ്റോറൻറ്റുകളിൽ ചെന്നാൽ ഇതിങ്ങനെ തുറന്നു വെച്ചേക്കുന്നതാണ്. ചിലയിടത്ത് മാത്രം ചെറിയൊരു ന്യൂസ് പേപ്പർ എന്തെങ്കിലും ഇട്ട് മറച്ചു വെച്ചേക്കുന്നതാണ്. പക്ഷെ ഒട്ടുമിക്ക ഇടങ്ങളിലും ഇതിങ്ങനെ തുറന്നു വെച്ചേക്കുന്നതാണ്. അതായത് കേരളീയരുടെ രണ്ട് പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. ഒന്ന് പൊറോട്ട, മറ്റൊന്ന് വട. പല ഐറ്റമുണ്ട്. ഈ പല റോഡിൻ്റെ ഇരുവശവുമുള്ള ഈ പറഞ്ഞതുപോലെയുള്ള തട്ടുകടകളിൽ വട ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അത് കണ്ണാടിക്കൂട്ടിനകത്തൊന്നുമല്ല, ഒരു ട്രേക്കകത്താക്കി ഇതിങ്ങനെ അവരുടെ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിന് മുകളിൽ പ്ലാസ്റ്റിക് കവർ കൊണ്ട്, കൂടിയ നല്ല കട്ടിയായിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് കവർ ചെയ്തിരിക്കണം എന്ന് നിയമമുള്ളതാണ്. ഇത് തുറന്നു വെച്ചിരിക്കുകയാണ്. ഇതിലൂടെ ഈ റോഡിൽ കൂടെ വാഹനങ്ങളെല്ലാം പോകുന്നു. ആ സമയത്തുണ്ടാകുന്ന പുകപടലം, പൊടിപടലം എല്ലാം ഇതിനകത്ത് വന്ന് ചേരുകയാണ്. എല്ലാവരും പോയി നിന്ന് വാങ്ങി കഴിച്ച് പോവുകയും ചെയ്യും. പ്രത്യേകിച്ച് പൊടിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല പൊരിഞ്ഞിരിക്കും, മണ്ണാണ് തിന്നുന്നത്. ഇത് ഒരുത്തരും ആ കടക്കാരനോട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വാങ്ങുക, കഴിക്കുക, പോവുക എന്നുള്ളതാണ്. ഇപ്പം പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണം, അതിന് താല്പര്യമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു വൃത്തിയില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യണം. ആ കടക്കാരൻ യഥാർത്ഥത്തിൽ കടയിൽ നിൽക്കുന്ന, ഫുഡ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരൊക്കെ തന്നെ അത് ഗ്ലൗസ് ധരിക്കണം, അതുപോലെ മാസ്കും വേണം. അന്ന് നമ്മൾ കോവിഡ് കാലത്താണ് ഈ മാസ്കിനെ കുറിച്ച് കൂടുതൽ അതിൻ്റെ എത്രത്തോളം പ്രയോജനം ഉണ്ടാകും എന്നുള്ളത് വലിയ ബോധവാന്മാരായി. പണ്ടൊക്കെ സാനിറ്റൈസർ കൊണ്ട് കൈ ആരെങ്കിലും ഇവൻ എന്ത് ഈ കാണിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജനത ഇപ്പൊ സാനിറ്റൈസർ ഇല്ലാണ്ട് കൈ കഴുകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു വാഷിംഗ് ഇതുപോലും ഇല്ലാണ്ട് കൈ കഴുകുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇവൻ എന്തോന്ന് കൈ കഴുകിയിട്ട് വരുന്നത് എന്നുള്ള ആ ചിന്തയിൽ നിന്നും മാറി എന്തോരം നമ്മൾ മാറ്റം നമുക്ക് സംഭവിച്ചു. അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി ബോധവാന്മാരാകുന്നത്. ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ വിചാരിക്കും വേറെ വാർത്താ പ്രാധാന്യമൊന്നും ഉള്ള വാർത്തകൾ ഇല്ലാഞ്ഞിട്ടാണോ ഇതൊക്കെ എടുത്ത് പിടിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ ഇതും വലിയ പ്രാധാന്യമുള്ളൊരു വാർത്തയാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വരെ കൊടുക്കുന്ന പലഹാരങ്ങളാണ്, നമ്മൾ വാങ്ങി കഴിക്കുന്നതാണ്. പലർക്കും ഫുഡ് പോയ്സൺ ആയിരുന്നു. ചിലപ്പോൾ ഒരു വടയോ ഈ സാറ് പറഞ്ഞോണം പഴംപൊരി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ ചെന്ന വയറിനൊക്കെ അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്. പിന്നെ അത് വലിയ രീതിയിലുള്ള ഫുഡ് അല്ലാത്തത് കൊണ്ടും ഒരെണ്ണം കഴിച്ചിട്ടുള്ളത് കൊണ്ടും ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് അത് ക്യൂർ ആവും. പക്ഷെ ഇതാരും ശ്രദ്ധിക്കുന്നില്ല. മാത്രമല്ല ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ പലതും കണ്ട് ഈ വടയൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുന്ന പലഹാരങ്ങളുണ്ടല്ലോ, ഈ പാം ഓയിലിന്റെ കവറൊക്കെ അതുകൂടെ മുക്കി എണ്ണയ്ക്കകത്തിട്ട് ഇതാക്കി എടുക്കും. ഇവിടെ നമുക്കറിയാം റോഡ് വക്കിലുള്ള കടകളൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഇവിടെ ഒക്കെ നിൽക്കുന്നത് ഈ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ. നമ്മൾ അവരെ അതിഥി തൊഴിലാളി എന്നൊക്കെ പറഞ്ഞ് ഓമനിച്ചാണ് നിർത്തിയിരിക്കുന്നത്. യാതൊരു വൃത്തിയുമില്ലാതെ കയ്യിൽ നഖവും ഒക്കെ നീട്ടി വളർത്തിയാണ് നിൽക്കുന്നത്. ഇതിനെയൊക്കെ ചോദ്യം ചെയ്യണം. ഈ ട്രെയിനിൽ കണ്ടിട്ടുണ്ടോ ഈ വട വിൽപ്പനയുണ്ട് കേട്ടോ. ട്രെയിനിൽ ഒരു ട്രെയിൽ ഇങ്ങനെ കൊണ്ടുവരും, ഒരു ട്രെയിൽ. അപ്പൊ ഈ കൊണ്ടുവരുന്ന അവൻ വിളിക്കും വടേ എന്ന് വിളിക്കും. ഈ വടേന്ന് കുറെ തവണ വിളിക്കുമ്പോൾ അവൻ്റെ വായിലുള്ള ഉമനീരുണ്ടല്ലോ ഇതിലേക്കായിരിക്കും തെറിക്കുന്നത്. ഇതിലേക്ക് തെറിക്കും. അപ്പൊ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, വട തുപ്പൽ വടേ എന്ന് നീട്ടി വിളിക്കേണ്ടി വരും. ഈ തുപ്പൽ വട
എല്ലാവരും വാങ്ങി നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. പക്ഷെ ഞാൻ ഇത്രയും കാര്യമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പലപ്പോഴും അവിടുത്തെ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് മാക്സിമം ട്രെയിൻ ചെയ്യുന്ന ഞാൻ യാത്ര ചെയ്യുമ്പോൾ വാങ്ങിച്ച് കഴിക്കണം. പക്ഷെ സാറിപ്പം പറഞ്ഞപ്പോൾ അതുകൂടി അതിനകത്തുണ്ടെന്നുള്ളത്. അല്ല, ഈ ട്രേയുടെ മുകളില് ഒരു പ്ലാസ്റ്റിക് പിന്നെ കവർ ചെയ്യണം. അതെ, അത് തുറന്നു വെച്ചാണ് ഇവര് കൊണ്ടുവരുന്നത് ഇങ്ങനെ മടവടയെന്ന് പറഞ്ഞു. ഈ റോഡ് വക്കില് പിന്നെ ഇറച്ചിക്കടകളുണ്ടല്ലോ, മട്ടനും പിന്നെ ബീഫും ഒക്കെ വിൽക്കുന്ന, അത് മറയ്ക്കണമെന്നാണ് കോടതി വിധിയുള്ളത്. മറയ്ക്കാതെ പിന്നെ ആണ് എത്രയോ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നറിയാം. ഇതിനെയൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. ഇത് ഈ പിന്നെ റോഡ് വക്കിലുള്ള ഈ വടയുണ്ടല്ലോ, ഈ വട വലിയ അപകടകാരിയാണ്. വലിയ അപകടകാരി എന്ന് പറഞ്ഞാൽ അപകടകാരി തന്നെയാണ്. കാരണം ഈ പൊടി മുഴുവൻ ഈ ബസ്സിൽ നിന്നൊക്കെ വണ്ടികളിൽ നിന്നൊക്കെ വരുന്ന പുക പടലങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിനകത്ത് ഒരുപാട് സയൻറ്റിഫിക് വശങ്ങളുണ്ട്. എനിക്ക് ആ കാര്യങ്ങൾ അത്രയും പിടുത്തമില്ല. എന്നാലും കാണുന്ന ആർക്കും മനസ്സിലാകത്തില്ലേ, ഇതിന് വലിയ പിന്നെ പഠിപ്പൊന്നും വേണ്ടല്ലോ. ഇത് മുഴുവൻ മനുഷ്യൻ വലിച്ചു വാരി തിന്നുകയല്ലേ ചെയ്യുന്നത്. ഈ കടക്കാരൊന്നും തന്നെ ഇതിനെ ചോദ്യം ചെയ്യണം ആരായാലും. അവനെ അങ്ങനെ ഇല്ലാത്ത ഈ പിന്നെ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇവരൊന്നും ഇറങ്ങി നടക്കത്തില്ലെന്നേ. അല്ലെങ്കിൽ ഇവർ അവിടെ ചെന്ന് ഇല്ല, അവര് മൂക്ക് മുട്ട അടിക്കും അവിടെ ഇരുന്ന്, എന്നിട്ട് പാഴ്സലും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകും. അതാണ് ചെയ്യുന്നത്. ഇത് പരാതിപ്പെടണം, രേഖാമൂലമായിട്ട് പരാതിപ്പെട്ട് ഇതിനകത്ത് പരിഹാരം കണ്ടെത്തിയില്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ അതിനു മുകളിലോട്ട് നമ്മൾ പരാതി കൊടുക്കുകയാണ് വേണ്ടത്. കാരണം ഇത് നമ്മൾ കേരളത്തിൻ്റെ കേരളം മാത്രം നമുക്ക് പറയാം. കേരളത്തിൻ്റെ ഇങ്ങേയറ്റം മുതൽ കളീക്കവിള മുതൽ അങ്ങ് മഞ്ചേശ്വരം വരെ റോഡിൻ്റെ ഇരുവശവും വൈകുന്നേരം ആകുമ്പോൾ എന്താ ഈ ഷവർമയൊക്കെ ഉണ്ട്. അതിങ്ങനെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചാണ് വിൽപ്പന നടത്തുന്നത്. ഇതിനൊരു ഗ്ലാസ് ഇട്ടാൽ എന്താ കുഴപ്പം? ഈ പുകപടലങ്ങളും പൊടിയും മുഴുവൻ ഇതിലോട്ടാണ് ചെന്ന് അടിയുന്നത്. ഇത് നമ്മൾ കാണുന്നില്ല, നമുക്കത് കാണാൻ പറ്റത്തില്ലല്ലോ. ഈ പൊടിയൊക്കെ ഈ മഴ സമയമാകുമ്പോൾ ഈ ഓടയിലൊക്കെ വന്നിരിക്കുന്ന ഈച്ചയും എല്ലാം തന്നെ ഇതിനകത്ത് വന്നിരിക്കും. ഈ ട്രെയിനിൽ വടക്കച്ചവടം നടത്തുന്നവനെ എന്തുകൊണ്ട് ഒന്നുകിൽ ഒരു മാസ്ക് വെക്കുക, അതിനോടൊപ്പം തന്നെ ഈ ട്രേ കവർ ചെയ്യുക. അപ്പോൾ പിന്നെ വടയായിട്ട് തന്നെ നിൽക്കും. വട തുപ്പൽ വടയാകത്തില്ല. ഇത് തുപ്പൽ വടയാണ് ഇന്ത്യൻ റെയിൽവേയിൽ വിൽപ്പന നടത്തുന്നതെന്നുള്ളതാണ്. അത് ഇനിയെങ്കിലും ഇത് ഇപ്പം ഈ വീഡിയോ ചിലപ്പോൾ ട്രെയിൻ യാത്രയിൽ ഇരുന്ന് പലരും കാണുന്നുണ്ടെങ്കിൽ അവർ അത്തരത്തിലുള്ള വടക്കാരനെ ചോദ്യം ചെയ്യണം. ഇല്ലെങ്കിൽ ആ വട വാങ്ങിക്കരുത്. വട ആരെങ്കിലും ഈ തുപ്പൽ വട വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും വേണം. ഒരു വട കഴിച്ചില്ല എന്ന് വിചാരിച്ച് മരിച്ചു പോകത്തൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ കേട്ടിട്ടുമില്ല. പുതിയ പേര് വന്നു, തുപ്പൽ വട. വടേ തുപ്പൽ വടേ അല്ലേ? മറ്റേടത്ത് റോഡ് സൈഡിലുള്ളത് എന്താണ്? പൊടിയും പുകപടലവും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വട. ശരിയായ മാവും കാര്യങ്ങളും ഒന്നുമല്ല. വെളിച്ചെണ്ണ യഥാർത്ഥ വെളിച്ചെണ്ണയൊന്നുമല്ല. വെളിച്ചെണ്ണയ്ക്ക് അതും 2 ദിവസം ഇട്ട് അതിനകത്ത് തന്നെ വറുത്ത് കോരി എടുക്കുന്ന എണ്ണയാണ്. ആ എണ്ണ എഞ്ചിൻ എണ്ണയാണ്, പലയിടത്തും യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം. അപ്പൊ ഇതൊക്കെ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചിട്ട് വേണം കുഞ്ഞുങ്ങൾക്കായാലും നമ്മളായാലും. നമ്മൾ ഈ ഒരു വടയുടെ രുചി തേടി പോകുമ്പോൾ അതിന് പിന്നിലുള്ള കാര്യം കൂടി അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും.